പിണറായി വിജയൻ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ആസ്ഥാനത്ത് എത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. അതിന് മുന്നോടിയായാണ് അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തിയത്. മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം പോലീസ് ആസ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന പോലീസ് നയം വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുക. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരിക്കും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പോലീസ് സേനയുടെ പൂർണ്ണമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒപ്പം തന്നെ പോലീസ് സേനയിലെ അഴിമതി തുടച്ചു മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സുപ്രധാനമായ നിർദ്ദേശങ്ങളായിരിക്കും മന്ത്രിയുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവൻ ചേർന്നുണ്ട് പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങളുമായി. പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി മുഖ്യമന്ത്രിക്ക്. ഒപ്പം തന്നെ ഇനി നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ച, അതിന്റെ പ്രാധാന്യം, ജീവൻ വിവരങ്ങൾ. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റെടുത്തതിനു ശേഷം ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ആദ്യമായിട്ടാണ് പോലീസ് ആസ്ഥാനത്തെത്തുന്നത്. അദ്ദേഹത്തിന് പോലീസ് സേനാംഗങ്ങളുടെ പതിവ് രീതിയിലുള്ള ആചാരപരമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സേന. പിണറായി വിജയൻ ആദ്യം എത്തി രക്തസാക്ഷി പോലീസിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അവിടുത്തെ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങിയതിനു ശേഷം ആണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പോലീസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, ഹോം സെക്രട്ടറി നളിനി നെറ്റോ, ഒപ്പം വിജിലൻസിന്റെ DGP ജേക്കബ് തോമസ് എന്നിവരടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം യോഗത്തിൽ മറ്റ് ജില്ലകളിലുള്ള ജില്ലാ പോലീസ് മേധാവിമാരും ഈ യോഗത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കാളികളാവും. അങ്ങനെ സംസ്ഥാന പോലീസിന്റെ തലപ്പത്തുള്ള മുഴുവൻ സേനാംഗങ്ങളെയും സേനാ മേധാവിമാരെയും ഒരുമിച്ച് പിണറായി വിജയൻ ഇപ്പോൾ അല്പസമയത്തിനകം അവരുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയൻ സംസാരിക്കുകയും ചെയ്യും. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പോലീസ് ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി പോലീസ് സേന അദ്ദേഹത്തെ സ്വീകരിച്ചു. അല്പസമയത്തിനകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി DGP അടക്കം ഉള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന കൂടിക്കാഴ്ച നടക്കും. മറ്റു വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം കോടതി പരിസരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകർ നടത്തുന്ന വധഭീഷണിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. മാധ്യമപ്രവർത്തകരെ വെട്ടിത്തീർത്തു കളയുമെന്ന് BJP പ്രവർത്തകന്റെ ഭീഷണി. കേന്ദ്രത്തിലെ ഭരണമില്ലാത്ത സമയത്തും വെട്ടിയിട്ടുണ്ടെന്നും മുന്നറിയിപ്പ്. ദൃശ്യങ്ങൾ
ചാനല് വാർത്ത ചിട്ട പക്ഷെ ജില്ലാ പ്രചാരന്റെ ഒക്കെ മേലോട്ട് ചാനൽ അതിന്റെ ചാനലും ക്യാമറ എന്താ പ്രശ്നം ഒരു എംഎൽഎ പറഞ്ഞോ കേന്ദ്രമില്ലാത്ത വെട്ടി നിന്നിട്ടുണ്ട് വളരെ വ്യക്തമായ വീഡിയോ ആണ് നമ്മൾക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഒറ്റപ്പാലം കോടതി പരിസരത്ത് നിന്നാണ് ഈ സംഭവങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകർ നടത്തുന്ന വധഭീഷണിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെട്ടിത്തീർത്ത് കളയുമെന്നും കേന്ദ്രത്തിന് അധികാരമില്ലാത്തപ്പോഴും തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. പോലീസിന്റെ സാന്നിധ്യം പോലും അവിടെ ഉണ്ട്. കോടതി വളപ്പിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ലതീഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ലതീഷ്, എങ്ങനെയായിരുന്നു സംഭവം? ചെർപ്പുളശ്ശേരി നെല്ലായിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി CPIM പ്രവർത്തകരുടെ വീടുകളും അതേപോലെ തന്നെ അവരുടെ വാഹനങ്ങളും തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇതിന്റെ പ്രതികൾ, ഈ സംഭവത്തിന് ഉത്തരവാദികളായ പ്രതികളെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത് 6 പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അത് നെല്ലായ സ്വദേശികളായ ജ്യോതിഷ്, രോഹിത്, മണികണ്ഠൻ, രാജേഷ്, ദീപേഷ്, പ്രകാശൻ എന്നീ 6 പ്രതികളെ ഒറ്റപ്പാലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇവർ വലിയ തോതിലുള്ള ആക്രമണവും അതിനുശേഷം വലിയ വധഭീഷണി മുടക്കുകയും ചെയ്ത് വലിയ തോതിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. കാര്യമായി പോലീസും അവിടെ ഉണ്ടായിരുന്നില്ല. 3 പോലീസുകാരാണ് ഈ 6 പ്രതികളെയുമായി ഒരു സ്വകാര്യ ജീപ്പിൽ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നത്. ഏഷ്യാൻ ന്യൂസിന്റെ റിപ്പോർട്ടർ ശ്യാംകുമാർ, അതേപോലെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ശ്രീജിത്ത്, ഒറ്റപ്പാലത്ത് തന്നെയുള്ള ഒരു ലോക്കൽ ചാനലിലെ സിറ്റി ചാനലിലെ ക്യാമറാമാൻ കൂടിയായ പ്രശാന്ത് എന്നിവർക്ക് നേരെയാണ് മർദ്ദനം അഴിച്ചുവിട്ടത്. പ്രശാന്തിന്റെ ക്യാമറ എറിഞ്ഞു തകർക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായി. ഇതിനുശേഷമാണ് വീണ്ടും ഇവർ ഇത്തരത്തിലുള്ള ഒരു ആക്രോശം നടത്തിയത്. കേന്ദ്ര ഭരണവും ഒരു MLAയും ഇല്ലാത്ത കാലത്ത് പോലും ഞങ്ങൾ ഇവിടെ വെട്ടി നിന്നിട്ടുണ്ട്, തീർത്തു കളയും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് RSS BJP സംഘം മാധ്യമപ്രവർത്തകർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒറ്റപ്പാലം ജുഡീഷ്യൽ കോടതി പരിസരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സൗമ്യ, ലതീഷ്, സമീപകാലത്ത് കോടതി പരിസരങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള ഗുണ്ടായിസം BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മൾ ദേശീയ തലത്തിലൊക്കെ കണ്ടതാണ്. ഒരുപക്ഷെ അതിന് സമാനമായി തന്നെ വളരെയേറെ സുരക്ഷ ഒരുക്കേണ്ട ഒരു പ്രദേശമാണ്, അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. തീർച്ചയായും സൗമ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പോലീസ് ജീപ്പിലല്ല പ്രതികളെ കൊണ്ടുവന്നത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 3 പോലീസുകാരാണ് 6 പ്രതികളെയുമായി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച 6 പ്രതികളെയുമായി കോടതി പരിസരത്ത് എത്തിയത്. അവരെ ഇറങ്ങി നടന്നു വരുമ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കും. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇവർക്കൊപ്പം ചെർപ്പുളശ്ശേരി നെല്ലായിൽ നിന്ന് വന്ന RSS BJP പ്രവർത്തകരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒറ്റപ്പാലത്തുള്ള BJP RSS പ്രവർത്തകരാരും ഈ കൂട്ടത്തിൽ ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. സൗമ്യ, ദൃശ്യത്തിലേക്ക് തന്നെ വരാം. ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ ഏറ്റവും വലിയൊരു തെളിവാകുകയാണ്. കാരണം ഒറ്റപ്പാലം കോടതി പരിസരത്ത് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്നത്. പിന്നീട് അവിടെ ആളുകൾ നിറയെ കൂടി നിൽക്കുന്നുണ്ട്, ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്, ക്യാമറയുണ്ട്. എങ്കിലും വലിയ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ചാനല് വാർത്ത ചിട്ട പക്ഷെ ജില്ലാ പ്രചാരന്റെ ഒക്കെ മേലോട്ട് ചാനൽ അതിന്റെ ചാനലും
എന്താ പ്രശ്നം ഒരു MLA പറഞ്ഞോ കേന്ദ്രം വെട്ടി നിന്നിട്ടുണ്ട് തീർച്ചയായും യെസ്, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒറ്റപ്പാലം MLA ശ്രീ പി ഉണ്ണി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി ഉണ്ണി, ഒറ്റപ്പാലം കോടതി വളപ്പിലാണ് സംഭവം നടന്നിരിക്കുന്നത്. പ്രതികളെ അവിടേക്ക് കൊണ്ടുവരുന്നു, അത് പോലീസ് ജീപ്പിൽ പോലുമല്ല കൊണ്ടുവന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം, പിന്നീട് വധഭീഷണി. അതായത് വെട്ടിത്തീർത്തു കളയും, കേന്ദ്രത്തിൽ BJP ഇല്ലാത്ത സമയത്തും ഇങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഈ കോടതിയിൽ, പ്രസ്തുത കോടതിയിൽ എന്റെയും വേറെ ഇടതുപക്ഷ പ്രവർത്തകരുടെയും പേരിൽ മറ്റൊരു സമരവുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. CF ഗവൺമെന്റ് കാലത്തുള്ള സമരമാണ്, അതിന്റെ കേസാണ്. ആ കേസിൽ ഹാജരായി ആ കോടതിയിൽ കൂടി ഞാൻ ഇതുവഴി കടന്നു വന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വരുന്ന സമയത്ത് ഈ ചാനലുകാരെല്ലാം അവിടെ ഉണ്ട്. ഞാൻ അവരോടൊക്കെ സൗഹൃദ സംഭാഷണം നടത്തിക്കൊണ്ടാണ് പോകുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഈ മറ്റേ ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പ്രതികളുമായി വരുന്നത്. പ്രതികൾ സഞ്ചരിക്കുന്നത് സ്വകാര്യ വാഹനത്തിലാണ്, പോലീസിന്റെ അല്ല. അങ്ങനെ വരുന്ന പ്രതികളെ കൊണ്ടുവരുമ്പോ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരുന്ന പകരം സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരുന്നു. എന്ന് മാത്രമല്ല, സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരുമ്പോ തന്നെ ഒരു ഗുരുതര സംഘത്തിന്റെ അകമ്പടിയുണ്ട്. അവർ തന്നെ പറയുന്നു ഈ വാഹനത്തിൽ ആയുധങ്ങളുണ്ട് എന്ന് പറയുന്നു. ആരെയും നേരിടാൻ പറ്റുന്ന ആയുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. എന്ന് മാത്രമല്ല, പത്രക്കാരോട് ഒരു MLA പോലും ഇല്ലാത്ത കാലത്ത് ഞങ്ങള് ഇതുപോലെ ഒരുപാട് കശാപ്പ് നടത്തിയിട്ടുള്ളവരാണ്. ഇനി നടത്താൻ മടിയില്ല. ഞങ്ങള് ഈ ആയുധമായി കൊണ്ട് തന്നെ നേരിടും, ശരിപ്പെടുത്തി കളയും എന്നൊക്കെ ഒരു കൊലവിളി നടത്തിക്കൊണ്ടാണ് ഇവർ നിന്നത്. ആകെ 6 പ്രതികളെ കൊണ്ടുവരാൻ 3 പോലീസ് മാത്രമേ ഉള്ളൂ. ഒരു ക്രിമിനൽ സംഘം ഇതിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നടന്നത്. ആ കുറ്റവാളികളുടെ പേരിൽ അതികർശനമായ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം. വധഭീഷണിയാണ് മുടക്കിയിട്ടുള്ളത്. അതികർശനമായി നടപടിയെടുക്കണം. എങ്ങനെ ജനങ്ങൾ സ്വൈരജീവിതം നയിക്കും ഇവിടെ? ആ രൂപത്തിലുള്ള RSSന്റെയും പിന്നെ BJPയുടെയും പ്രവർത്തകർക്കെതിരായി അതിശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് ഞാൻ ശരിക്കുന്നത്. തീർച്ചയായും ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ തന്നെ ഒരു തെളിവായിരിക്കും അവർക്കെതിരെ, കാരണം അവരുടെ വാക്കുകളൊക്കെ അത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, 10 മിനിറ്റ് മുമ്പാണ് ഞാൻ അതി വന്നത്. എന്ന് മാത്രമല്ല, ഈ പരിക്കേറ്റ പത്രപ്രവർത്തകരെ കാണാൻ ഞാൻ ഇപ്പോൾ ആസ്പത്രിയിൽ പോയിരുന്നു. ആസ്പത്രിയിൽ പോയി അവരുമായി സംസാരിച്ച് സംഭവങ്ങളുടെ വിശദീകരണം ഞാൻ അവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ ഓഫീസിലേക്ക് തിരിച്ചു പോകുന്നത്. ഇത് പക്ഷെ ഇതില് വലിയ വലിയ അത്ഭുതങ്ങൾ തോന്നുന്നത്, ഒന്ന് പോലീസ് ജീപ്പിലല്ല കൊണ്ടുവന്നത്, സ്വകാര്യ വാഹനത്തിലാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെയാണെങ്കിൽ അവർ തന്നെ പറയുന്നു മാരകായുധങ്ങൾ ആ വണ്ടിയിലൊക്കെ ഉണ്ടെന്ന്, ഒപ്പം വന്ന വണ്ടിയിൽ ഉണ്ട് എന്ന്. ഇതെങ്ങനെ ഒരു കോടതി വളപ്പിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ എത്താൻ പറ്റും? അവര് ഈ താലൂക്ക് ഓഫീസ്, ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് വഴിയാണ് ഈ കോടതിയിലേക്ക് വരേണ്ടത്. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ ആയുധമുണ്ടെന്ന് പറയുന്നത് BJPക്കാരാണ്, RSSകാരാണ്. അങ്ങനെ അവർ പറഞ്ഞതായി പത്രക്കാർ എന്നോട് പറഞ്ഞു. അതായത് എന്തെങ്കിലും പ്രകോപനപരമായ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, ഒരുപക്ഷെ ഈ ഭീഷണി എന്നത് കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൂടി പോയേനെ. യാതൊരു പ്രകോപനപരമായ സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. വളരെ അവർ തർക്കമുണ്ടാക്കുന്നു മാത്രമല്ല, അതിനു വേണ്ടിയാണല്ലോ ഒരു ക്രിമിനൽ സംഘത്തെ ഇതിന്റെ കൂടെ വാഹനത്തിൽ, ഇതിന്റെ ഒരു ഗൂഢസംഘത്തെ വേറൊരു വാഹനത്തിൽ കൊണ്ടുവരുന്നത്, അവർ അകമ്പടി സേവിപ്പിക്കുന്നത്. അപ്പൊ നിയമത്തെയും നിയമം നടപ്പാക്കാൻ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ഈ നടപടി. ഇത്രയും ആളുകളെ, ഈ ക്രിമിനലുകളെ കൊണ്ടുവന്നത് തന്നെ കൃത്യമായ എണ്ണം പോലീസ് ഇല്ലാതെ തന്നെയാണ്. ഈ 3 പോലീസുകാർ മാത്രമേ ഉള്ളൂ 6 പ്രതികളെ കൊണ്ടുവരാൻ, അതും സ്വകാര്യ വാഹനത്തിൽ.
ഒരു ക്രിമിനൽ സംഘം ഇതിനെ പിന്തുടരുന്നത് പോലീസുകാർക്ക് അറിയാം. യെസ്, വളരെ നന്ദി ശ്രീ പി ഉണ്ണി അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. എന്നാലും ഒറ്റപ്പാലം കോടതി വളപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തീർത്തു കളയും എന്നും വരെ പറയുന്ന ദൃശ്യങ്ങളടക്കം, സംസാരം അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. പരിക്കേറ്റ മാധ്യമപ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് സ്വകാര്യ വാഹനങ്ങളിൽ മാരക ആയുധങ്ങൾ വരെ ഉണ്ട് എന്ന മുന്നറിയിപ്പും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെയായാണ് അവർ അവിടെ എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇടവേള. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബഗ്ദാദി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. സിറിയയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ അബൂബക്കർ അൽ ബഗ്ദാദി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മൊസൂളിന് 65 കിലോമീറ്റർ അകലെ നടന്ന വ്യോമാക്രമണത്തിൽ ബഗ്ദാദിക്ക് പരിക്കേറ്റതായി ഇറാഖി വാർത്താ ചാനൽ അൽ സുമാരിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ബഗ്ദാദി കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവന്നിരിക്കുന്നത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം രംഗത്ത്. ബാർ കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ TP പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, വലിയ ഒരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ സാഹചര്യത്തിൽ കൂടി ഈ ഒരു ബാർ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ബന്ധപ്പെടുത്തി കേരള കോൺഗ്രസിന്റെ ആരോപണങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ആദ്യ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ബാർ കോഴ കേസിൽ KM മാണിയെ മുഖ്യ പ്രതിയാക്കി നിർത്തി എന്ന തരത്തിലുള്ള കടുത്ത ആരോപണം തന്നെയാണ് കേരള കോൺഗ്രസ് യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. ബറാബസിനെ രക്ഷിക്കൂ, യേശുവിനെ ശിക്ഷിക്കൂ എന്ന യഹൂദരുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിന് സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോയത് വളരെയധികം ക്ഷീണം ചെയ്തു. മാത്രമല്ല, കോൺഗ്രസ് സ്വയം ഒടുങ്ങി എന്നത് മാത്രമല്ല, മറ്റുള്ള ഘടകകക്ഷികളെ കൂടി ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് RSPയുടെ അടക്കമുള്ള തകർച്ചയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു ഈ രൂക്ഷമായിട്ടുള്ള വിമർശനം കേരള കോൺഗ്രസ് എമ്മിന്റെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. ഒപ്പം കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നീക്കം ഉണ്ടായതായും ഉള്ള വലിയ ഒരു ആരോപണം തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒപ്പം അരുവിക്കര തെരഞ്ഞെടുപ്പ് വരെ ഒറ്റക്കെട്ടായിരുന്ന UDF പിന്നീട് ഉള്ള പോക്കിൽ പല ഘടകങ്ങളായി വിഘടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് എന്നടക്കമുള്ള പറയുന്നു. ഒപ്പം BJP പല മണ്ഡലങ്ങളിലും അധിക വോട്ട് BJPക്ക് ലഭിച്ചു. 2011 പല മണ്ഡലങ്ങളിലും BJP അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് BJP പല മണ്ഡലങ്ങളിൽ അധികമായി വോട്ട് ലഭിച്ചപ്പോൾ അത് ഇടതുപക്ഷത്തിനടക്കമുള്ള പാർട്ടികൾക്കാണ് അതിന്റെ കൂടുതൽ ഗുണമുണ്ടായതെന്നും അത്തരത്തിലാണ് ഇടതുപക്ഷം വിജയം നേടിയെന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ KM മാണിയെ മുഖ്യപ്രതിയാക്കിയിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടിനെതിരെ തന്നെ കടുത്ത വിമർശനം തന്നെ ഉയർന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോഴും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് തുടരുകയാണ്. 70ഓളം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മണ്ഡലം തിരിച്ചുള്ള മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങളുണ്ടായ തോൽവിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ വ്യക്തമായ ഒരു രൂപരേഖയും ചർച്ചയെല്ലാം തന്നെ യോഗത്തിലുണ്ടാകും. TP പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. വയലുകളുടെ നാടെന്നറിയപ്പെടുന്ന വയനാട്ടിൽ വർഷം തോറും നെൽകൃഷി കുറയുകയാണ് എന്നാണ് കണക്കുകൾ. അരനൂറ്റാണ്ടിന് മുൻപ് 30,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 9,000 ഹെക്ടറോളം താഴെയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2,000 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. നെൽകൃഷി പ്രോത്സാഹന പരിപാടികളും മറ്റും നടക്കുമ്പോഴും ജില്ലയിൽ ഓരോ വർഷവും നെൽകൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായാണ് കണക്കുകൾ. 1970കളിൽ വയനാട്ടിൽ 30,000 ഹെക്ടർ സ്ഥലത്ത് കർഷകർ നെൽകൃഷി ഇറക്കിയിരുന്നു. 2015 ആയപ്പോൾ അത് 8,630 ഹെക്ടർ സ്ഥലത്ത് മാത്രമായി കുറഞ്ഞു. 2014 9,200 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷിയുണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ കണക്കുപ്രകാരം ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 326 പാടശേഖര സമിതികളാണുള്ളത്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം 19,569 മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി ചെയ്തവരിൽ കുറവുണ്ട്. 1,730 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കഴിഞ്ഞ വർഷം നഞ്ചകൃഷി നടന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി നടക്കുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലാണ്, 1,074 ഹെക്ടർ സ്ഥലത്ത്. ഇക്കാലയളവിൽ ഇവിടെയും നെൽകൃഷിയിൽ കാര്യമായ കുറവുണ്ടായി. കൃഷിവകുപ്പും സർക്കാരും കാര്യമായ പ്രോത്സാഹന പരിപാടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വയൽനാടായ വയനാട് നെൽകൃഷി ഉൽപ്പാദനത്തിൽ അതിൻ്റെ പ്രതാപകാലത്തെ മാത്രം ഓർമ്മിക്കേണ്ടി വരും. നെല്ലിൻ്റെ താങ്ങുവിലയും സംഭരണവും പ്രോത്സാഹന പദ്ധതികളും കാര്യക്ഷമമാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ദിനം മൈലാഞ്ചി അണിയൽ ഒത്തുചേരലിന്റെ കൂടി ചടങ്ങാണ്.
റംസാനോടനുബന്ധിച്ച് കോഴിക്കോട് മാങ്കാവിൽ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. മൈലാഞ്ചി മുഞ്ചുള്ള കൈകൾ തൊടുമ്പോൾ കിനാവു ചൊരിയുമെന്ന് പാടിയിട്ടുണ്ട് കവി. മൈലാഞ്ചി ചുവപ്പിന്റെ മനോഹാരിതയാണ് റംസാൻ കാലത്തെ നിറമുള്ള കാഴ്ചകളിൽ ഒന്ന്. പെരുന്നാൾ രാവിനാണ് മൈലാഞ്ചി അണിയുക. എങ്കിലും വരാനിരിക്കുന്ന ആ ദിവസത്തെ മൈലാഞ്ചി ചോപ്പണിഞ്ഞ് കാത്തിരിക്കുകയാണ് ഇവർ. കോഴിക്കോട് മാങ്കാവിലെ ദയാ റെസിഡൻസ് ആണ് കുട്ടികൾക്കായി റംസാൻ കാലത്ത് മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചത്. കൈനിറയെ വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ. അരച്ചിടുന്ന മൈലാഞ്ചിയേക്കാൾ ട്യൂബ് തന്നെയാണ് താരം. കലീജിയൻ സ്റ്റൈലിനാണത്രേ മൈലാഞ്ചി അണിയലിൽ ആവശ്യക്കാർ ഏറെയും. നമ്മൾ ഈദ് കഴിഞ്ഞ് പോകുമ്പോഴും എല്ലാ കയ്യിലും ചുവന്ന് ഇരിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി. കൈകളിൽ മൈലാഞ്ചി മുഞ്ചിന്റെ ഇശലുകൾ തീർത്ത് ഹൂറിമാർ. മൈലാഞ്ചിയുടെ ഗന്ധവും കൈവെള്ളയിൽ വിരിഞ്ഞിരിക്കുന്ന ചുവന്ന പൂക്കളും ഒപ്പം നിറഞ്ഞ പുഞ്ചിരിയും. മൈലാഞ്ചി ചുവപ്പിന്റെ മൊഞ്ചും ഒപ്പനയുടെ താളവും റംസാൻ കാലത്തെ പ്രധാന കാഴ്ചകളാണ്. മനോഹരമായ കൈകളെ ചുവപ്പണിയിച്ച് വരാനിരിക്കുന്ന പെരുന്നാൾ ദിനത്തെ കാത്തിരിക്കുകയാണ് ഇവർ. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.